തന്റെ ജീവിതത്തിലെ അവസാനത്തെ വാൽപ്പയറ്റാണെന്ന് അറിയുന്നില്ല. തന്റെ ജീവിതത്തിൽ മുത്തു ഹബീബിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ സമർപ്പണമാണെന്ന് അറിയുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ഈ ഉഹദിന്റെ രണാകണത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയുന്നില്ല. മനോഹരമായ കിരീടം തലയിൽ വെക്കുകയാ. മൂർച്ചയുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാളുകൊണ്ട് യദ്രിബു അൻ യമീനിഹി വഅൻ ശിമാലി, വലത്തെ ഭാഗത്ത് വെട്ടുകയാ, ഇടത്തെ ഭാഗത്ത് വെട്ടുകയാ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വരുന്നവരെ മുഴുവനും വെട്ടുകയാ. വളഅഫ ഖുവതഹു വനസാത വളഅഫ ഖുവതഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത് ബുഖാരിയിൽ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്ന ഭാഗമാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തി അങ്ങോട്ട് ഇരട്ടിയാവുകയാണ്. ഒരു ഹംസയല്ല, 10 ഹംസയല്ല, ഒരു 100 ഹംസയുടെ ശക്തിയോടെ ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു മുമ്പിൽ വരുന്നവരെയൊക്കെ വെട്ടുകയാ. വല്ലാത്ത ഉണർവാണ്. ഒരു സഹാബിക്കുമില്ലാത്ത ഉണർവ്, ഒരു പടയാളിക്കുമില്ലാത്ത ഉണർവ്, ഒരു ശഹീദിനുമില്ലാത്ത മുഖകാന്തി. അല്ലാഹുവേ, ആ സമയത്ത് വഹശിയുടെ മനസ്സിൽ ഹിന്ദു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങുകയാ. വഹശി, നീ യുദ്ധം നോക്കണ്ട, നീ മുത്ത് റസൂലിനെ നോക്കണ്ട, ആരെയും നീ നോക്കണ്ട. യുദ്ധം ജയിക്കട്ടെ, പരാജയപ്പെടട്ടെ, മുഹമ്മദിനെ കൊല്ലട്ടെ, കൊല്ലാതിരിക്കട്ടെ, നിന്റെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമാ, നിന്റെ ഉദ്ദേശം ഒരേ ഒരു ഉദ്ദേശമാ. ഹംസയെ കൊല്ലുക, ഹംസയെ കൊല്ലുക, ഹംസയെ കൊല്ലുക. വഹശിയത ഒരു പാറയുടെ ഭാഗത്ത് വഹശി വന്നിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. വഹശിയുടെ മനസ്സിൽ ചെറിയ ഒരു ഭയമുണ്ട്. ഹംസ മരിച്ചില്ലെങ്കിലോ ഒരു ചെറിയ ഭയമുണ്ട്. എങ്കിലും വഹശി തന്റെ ചാട്ടുളി തയ്യാറാക്കി വെക്കുകയാ. അങ്ങനെ വഹശി നോക്കുമ്പോഴാ സബാ ഇബ്നു അബ്ദുൽ ഉസൈ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു, വഹശിക്ക് പരിചയമുള്ളവനാണ്. സബാ ഇബ്നു അബ്ദുൽ ഉസൈ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു. അവനൊരു വാളുമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിന്നുകൊണ്ട് വെട്ടാനായിട്ട് ഓടി ചെല്ലുമ്പോ വഹശി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ഞാൻ കൊല്ലുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും കൊന്നുകളയുമോ? സബാ ഇബ്നു അബ്ദുൽ ഉസൈ ഒരു വാളുകൊണ്ട് ഹംസയെ വെട്ടാനാരോങ്ങുമ്പോ ഹംസ ഒരു ഗർജിക്കുന്ന സിംഹക്കുട്ടിയെ പോലെ പുറകിൽ നിന്നുകൊണ്ട് ഹംസയെ കുത്തോ, സങ്കൂറ്റമുള്ളവരെയും മക്കയുടെ മണ്ണിലുണ്ടോളോ എന്ന് പറഞ്ഞിട്ട് ആ സബാ ഇബ്നു അബ്ദുൽ ഉസൈയുടെ കഴുത്ത്, കൈ, കാല് വെട്ടികെട്ട് ഉഹുദിന്റെ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോ പാറക്കെട്ടുകൾക്കിടയിൽ ഇരുന്നുകൊണ്ട് വഹശിയിതാ കിടുകിടാ വിറയ്ക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി വഹശിയുടെ കൈ വിറയ്ക്കുകയാണ്. കൊല്ലാൻ പറ്റില്ലയോ? ആ വഹശി മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി, ഹംസ എന്നെ കാണാറ് അടുപ്പടുപ്പടുപ്പടുപ്പൊന്നെത്തിയിരുന്നെങ്കിൽ ഇത്രയും ദൂരത്തിലേക്ക് എറിയേണ്ട കാര്യമില്ലായിരുന്നു. മനസ്സിന്റെ അകത്ത് ഭയമുള്ളത് കൊണ്ടല്ലേ. ഒന്ന് മുമ്പിലെത്തിയിരുന്നെങ്കിൽ കൊല്ലാമായിരുന്നല്ലോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹു വഹശിയെ കണ്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു വഹശിയെ കണ്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു മുമ്പിലൂടെ പോകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയെരുന്ന് പുറകിലേക്ക് ഇങ്ങനെ പുലിക്കുട്ടിയെ പോലെ, സിംഹക്കുട്ടിയെ പോലെ കടന്നു വരുമ്പോ വഹശിയുടെ മുമ്പിലെത്തി. ആകാശം കരയാൻ പോകുന്ന നീലേശ്വരത്തുകാരെ, ആരംഭ റസൂലിനെ മനസ്സിന്റെ കത്ത് കൊണ്ട് നടന്ന മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കണ്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വഹശി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന ചാട്ടുളി കൊണ്ട് ഏറ്റവും നല്ല വീറോടെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയുമ്പോ സുബ്ഹാനല്ലാഹ്, പിരയുടെ ഭാഗത്തിലൂടെ ചാട്ടുളി പൊത്തുകയറിയിട്ട് മുൻപല്ല് തകർത്തെറിഞ്ഞിട്ട് നാവിലൂടെ ആ ചാട്ടുളി വന്ന് കൊണ്ടിരിക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു അതിന്റെ രണാകടപ്പിലങ്ങ് മറന്നു വീഴുകയാ. ഒരു പർവ്വതം വീഴുന്ന പോലെ മറഞ്ഞു വീഴുകയാണ്. എന്നിട്ട് വഹശി നിർത്തുന്നില്ല. വാളൂരിയെടുക്കുകയാ, ദൂരെ നിൽക്കുന്നവരെയൊക്കെ വിരട്ടി ഓടിക്കുകയാ. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ കൈ
വഹശിയരാ വെട്ടിയെറിയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഞാനുണ്ടെന്ന് പറഞ്ഞ കൈ, മുത്തു റസൂലേ ഞാനുണ്ടെന്ന് പറഞ്ഞ മനസ്സ്, ആരംഭ റസൂലേ അങ്ങ് കരയണ്ട നബിയെ, ഞാനുണ്ട് നബിയെ. ഫഅൽഹിർ യബ്ന അഖീ ദീനക, അങ്ങ് ഇറങ്ങി വാ, ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കേണ്ടതെന്ന് ചോദിച്ച ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം അങ്ങനെ വീഴുമ്പോൾ വഹശി വെട്ടുകയാണ്, നെഞ്ചു പിളർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്ന മനസ്സിനെ വെട്ടി ആ ഉഹുദിന്റെ രണാകണം മുഴുവൻ ചോരക്കളമാവുകയാണ്. ഒരു 100 ആളുകളെ വെട്ടിയെറിയുമ്പോ എത്ര രക്തമാണോ ഒഴുകുന്നത്, അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പൊട്ടിവിടുകുമ്പോ ആ കരൾ പുറത്തെടുക്കുകയാ. ഹംസയുടെ കരള് കൊണ്ട് വാടാ എന്ന് പറഞ്ഞ ഹിന്ദിന്റെ വീട്ടിലേക്ക് ആ വഹശിയത കരളും കൊണ്ട് ഓടി ഒളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധത്തിന്റെ പരാജയം ഏറ്റുവാങ്ങി സങ്കടം മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നബിയേ അങ്ങയുടെ ഹംസ പോയി നബിയേ, അങ്ങയുടെ ഹംസ പോയി നബിയേ. കിരീടം തലയിൽ വെച്ചുകൊണ്ട് ഇതറാത്ത പാടത്തോട് ഊരിപ്പിടിച്ച വാള് കയ്യിൽ വെച്ചുകൊണ്ട് ഉഹദിന്റെ രണാകണത്തിൽ ചാടി ഇറങ്ങിയ ഹംസ പോയി നബിയേ, പോയി നബിയേ, പോയി നബിയേ. റസൂല് ഓടുകയാണ്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും അധികം കരഞ്ഞ ദിവസമേറാ. ഉടൽമാല കഴുത്തിലിട്ട ദിവസമല്ല, അബൂജഹൽ കല്ലെറിഞ്ഞ ദിവസമല്ല, ജനങ്ങൾ മുനാഫിക്കെന്ന് ജനങ്ങൾ പ്രാന്തനെന്ന് കൂക്കി വിളിച്ച ദിവസമല്ല, ത്വയ്ഫിന്റെ തെരുവോരത്ത് ഏറുകൊണ്ട് ശരീരത്തിന്റെ രക്തം പൊടിഞ്ഞ് വേദന സഹിക്കാനാകാതെ ആ രക്തത്തിലേക്ക് കൈവച്ച് പൊത്തിപ്പിടിച്ച ദിവസമല്ല. ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സങ്കടം കൊടുത്തു. അപ്പോഴൊന്നുമല്ല ഏറ്റവും അധികം കരഞ്ഞു പോയത് 2 സമയത്താ. ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോഴാ, 2 ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ. വെറുതെയല്ല നീലേശ്വരം ജാരെ ആ ചരിത്രത്തിന് വില വന്നത്. നിങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് വെട്ടിയിട്ട് 4 ഭാഗത്ത് ചിതറിക്കിടക്കുന്നു. ഹംസയുടെ കണ്ണൊരു ഭാഗത്ത്, ശിരസ്സൊരു ഭാഗത്ത്, കൈയൊരു ഭാഗത്ത്, കാലൊരു ഭാഗത്ത്. മുത്ത് റസൂലിന് വല്ലാത്ത സങ്കടം വന്നു, നൊമ്പരം വന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്ന് കരയുന്ന കണ്ടപ്പോ സഹാബികൾക്ക് സഹിച്ചില്ല. അവരോടി വന്ന് ആരംഭ റസൂലിനെ പുണർന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുബൈറേ, സുബൈറേ, ഹംസയുടെ സഹോദരി സഫിയയെ കൊണ്ടുവന്ന് കാണിക്കല്ലേ. അവൾക്ക് ഹംസയെ വല്ലാത്ത സ്നേഹമായിരുന്നു. അവൾ ഹംസയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സഫിയയെ കൊണ്ടുവന്ന് ഈ രംഗം കാണിച്ചു കൊടുത്താൽ എന്റെ സഫിയാക്ക് സഹിക്കാൻ പറ്റൂല. ആ സമയത്ത് സഫിയ നടന്നു വരികയാ. നബിയെ അങ്ങ് സഹിച്ചില്ലേ നബിയെ? പിന്നെയാണോ ഈ പാവപ്പെട്ട സഫിയ? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ മനസ്സ് നിറച്ച് ഹംസയല്ലേ, ഹംസയുടെ മനസ്സ് നിറച്ച് അങ്ങല്ലേ, അങ്ങ് സഹിച്ചില്ലേ നബിയെ? പിന്നെയാണോ ഈ പാവപ്പെട്ട സഫിയ എന്ന സഹോദരി? അല്ലാഹുവേ, അൽകിഹാ ഫർജിഹാ ലാ തറാ ബി അഖീഹാ, ലാ തറാ ബി അഖീഹാ. നബി പറയുന്ന വേണ്ട സഫിയയെ കൊണ്ടുപോ, സഫിയയെ കൊണ്ടുപോ എന്ന് ഹംസയെ സഫിയ കാണുന്ന, ഹംസയുടെ കൈ കിടക്കുന്ന കണ്ടോ, ഹംസയുടെ കാല് കിടക്കുന്ന കണ്ടോ, ഹംസയുടെ തല കിടക്കുന്ന കണ്ടോ, കൊണ്ടുപോ എന്ന് പറയുമ്പോ സഫിയ റളിയല്ലാഹു അൻഹ പറയുന്ന, നബിയേ ഞാൻ കാണാതെ പോകൂല നബിയേ. ആകാശം മുഴുവനും ഇരുണ്ടുകൂടി, ഉഹുദ് മുഴുവനും നിശ്ചലമായി. എല്ലാ സഹാബികളും കരയുന്നു നിശ്ചലമായി. അല്ലാഹുവേ, എല്ലാം സ്തംഭിച്ചു പോയി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് സഫിയ ദേഹം തളർന്ന് മണ്ണിൽ വീഴുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇങ്ങനെ സ്ത്രീകൾ വീഴുമെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഹംസയെ ഞാൻ കബറടക്കൂല, ഇവിടെ തന്നെ ഇട്ടിരിക്കുമായിരുന്നു. കൊത്തിക്കൊണ്ടുപോകട്ടെ, കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകട്ടെ, പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകട്ടെ, എന്റെ ഹംസ നാളെ പരലോകത്ത് അങ്ങനെ വരട്ടെ, ഞാൻ അടക്കൂലായിരുന്നു. പക്ഷേ ഇങ്ങനെ കിട
വീണു പോയാൽ എന്റെ സഫിയ വീണതുപോലെ മക്കയിലെ സർവ്വ സ്ത്രീകളും ഇത് കണ്ട് നിലവിളിച്ച് വീഴുമല്ലോ. ഇത് പറഞ്ഞപ്പോഴതോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ